ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗോ കാര്യങ്ങളൊന്നും ആയിട്ടല്ല, ഇന്ന് നമ്മൾ വണ്ടിയുടെ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഇന്നോവ തപ്പി നടക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ഇപ്പോൾ ടാക്സി ആക്കാൻ നോക്കുന്നവർക്കോ, അതുപോലെ നമ്മളെ വീട്ടിൽ കുറച്ച് വലിയ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 7 സീറ്റ് വാഹനങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ നമുക്ക് വീഡിയോയിലേക്കാണ് പോകാം അല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ള ഇന്നോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 മോഡൽ ഇന്റർകൂളർ എഞ്ചിന് വരുന്ന ഒരു അടിപൊളി ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്ത വൈറ്റ് കളറിലുള്ള ഒരു ഇന്നോവ ഉണ്ടോ. അപ്പോൾ ഇന്റർകൂളറിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജും കാര്യങ്ങളൊക്കെ നോർമൽ ഇന്റർകൂളർ അല്ലാത്ത വണ്ടിയിൽ നിന്നും ഇന്റർകൂളർ ആകുമ്പോൾ ഏകദേശം 2-3 കിലോമീറ്ററിന്റെ മൈലേജിന്റെ വർധനവ് നമുക്ക് കിട്ടും. അപ്പോൾ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ ടൈപ്പ് 4ലേക്ക് മാറ്റുമ്പോൾ എല്ലാം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ മേജർ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതുപോലെ ടയർ ഭാഗങ്ങളോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70% ഫ്രണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി ഭാഗങ്ങൾ ഈ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോഡിയും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയാണ്. 2011 അപേക്ഷിച്ച് റീ രജിസ്ട്രേഷൻ വാഹനമാണ്. 2011 അപേക്ഷിച്ച് വണ്ടി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തെങ്കിലും ചെറിയ അപാകതകളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ വൈറ്റ് ആകുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയുള്ളൂ, പോവുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും മേജർ പരിക്കോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. ഈ സൈഡിലോട്ട് ഇനിയിപ്പോൾ ഈ സൈഡിലോട്ട് വരാം. ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഈ സൈഡോ കാര്യങ്ങളോ ഒന്നും കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50-60% ബാക്ക് ടയറും ഉണ്ട്. ഇന്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഇതൊരു 8 സീറ്റ് വാഹനം കൂടെയാണ്. അതുപോലെ ഇന്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഒരു 80-70% പക്കയായിട്ടാണ്. പഴക്കത്തിൻ്റെ ഉണ്ട് എന്നല്ലാതെ കീറലോ കാര്യങ്ങളൊന്നും ഇന്റീരിയറിലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇനി ഫ്രണ്ടിലോ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും 2011 അപേക്ഷിച്ച് വണ്ടി നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. പിന്നെ സ്റ്റീരിയോ കാര്യങ്ങൾ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിന്റെ കൂടുതൽ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. എല്ലാ ഭാഗത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളും, ഇന്റീരിയർ അതുപോലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്ത് വിട്ടു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തെടുക്കാനുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ചെക്ക് ചെയ്തെടുക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആകുമ്പോൾ ചെറിയ രീതിയിലുള്ള പണികളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ മേജർ ആയിട്ടുള്ള പണികളോ കാര്യങ്ങളൊന്നും ഒരു വാഹനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു വാഹനങ്ങളിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ ഏകദേശം ചോദിക്കുന്നത് 5.25 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ നമ്മളെ ഫോളോവേഴ്സ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ എന്തായാലും ഒരു ഓഫർ കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,89,000 രൂപക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. നമ്മൾ ഓഫർ റേറ്റ് ആണ് കേട്ടോ. നമ്മൾ കടയിലേറെ ചോദിക്കുന്നതിലേറെ കുറച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. 4,89,000 രൂപക്ക് നിങ്ങൾക്ക് 2011 ഇന്റർകൂളർ എഞ്ചിന് വരുന്ന ഇന്നോവ സ്വന്തമാക്കട്ടെ. അപ്പോൾ ഒരു വലിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയൊരു അടിപൊളി വാഹനമാണ്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.